പല രീതിയിലുള്ള സെക്സ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് റീസെൻ്റ് ആയിട്ട് ഒരു വാർത്ത ഉണ്ടായിരുന്നു. ഒരു ടെലിഗ്രാം ഗ്രൂപ്പിലൂടെ ഈ ത്രീസം ചെയ്യുന്ന സ്വാപ്പ് ചെയ്യുന്ന കപ്പിൾസിനെയൊക്കെ പിടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അത്തരത്തിലുള്ള കേസസ് വരാറുണ്ടോ? ഇഷ്ടം പോലെ വരാറുണ്ട്. നമ്മൾ ആലോചിക്കുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹസ്ബൻഡും വൈഫും നമ്മൾ വിചാരിക്കുന്നത് ഇവരറിയാതെ വേറെ എക്സ്ട്രാ മാരിറ്റൽ അഫെയർസിലൊക്കെ പോകും, അങ്ങനെ നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട്. പക്ഷെ എങ്ങനെയാണ് അത് നമ്മളുടെ ഒരു ഹസ്ബൻഡ് അല്ലെ വൈഫിനെ വേറൊരാളുമായിട്ട് നമുക്ക് ഷെയർ ചെയ്യുന്നത്, നമുക്കത് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല. അപ്പോഴാണ് ഈ സ്വാപ്പിങ്ങിൻ്റെയും ഈ ത്രീസമിൻ്റെയും കേസുകളൊക്കെ നമ്മളെ നാട്ടിൽ നടക്കുന്നത്. നമ്മൾ ഈ ഫോണിൽ കാണുന്നുണ്ട് എന്നല്ലാതെ അന്തം വിട്ട് പോവാണ്. അങ്ങനത്തെ കേസസ് വരാറുണ്ട്. ഇഷ്ടംപോലെ അങ്ങനത്തെ കമ്മ്യൂണിറ്റികളുണ്ട്. സ്വാപ്പിംഗ് ഒക്കെ കോഴിക്കോട് പിടിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. ഇതൊക്കെ നാട്ടിൽ വന്നപ്പോൾ US ഒന്നും ഇങ്ങനെയല്ല, അതിനേക്കാൾ ഭയങ്കര മുകളിലാണ് ഇവിടെ കേരളത്തിലുള്ള ആളുകൾ എന്നാണ് പറയുന്നത്. കാരണം അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടാണ് ഒരു സെക്സിനെ, അല്ലെങ്കിൽ പണ്ടൊക്കെ നമുക്ക് പൊസസീവ്നെസ് ഒക്കെ ഇപ്പോൾ വളരെ കുറവായിട്ടാണ് കാണുന്നത്. കാരണം വെച്ചാൽ അത്രയും വിശാലമായിട്ടാണ്. അതുകൊണ്ടായിരിക്കുമല്ലോ സ്വാപ്പിങ് അല്ലെങ്കിൽ കൊക്കോൾഡ് സെക്സ്, ത്രീസം ഒക്കെ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ പോൺ സൈറ്റുകളിൽ നിന്ന്. ആദ്യം ഒരു പോൺ സൈറ്റ് പോയാൽ എന്താ കാണുക? ഒരാണും പെണ്ണും ആയിട്ടുള്ളത് കാണും. പിന്നെ 2 പെണ്ണും ഒരാണുമോ, പിന്നെ 2 ആണും 1 പെണ്ണുമോ, പിന്നെ ഇങ്ങനെ മദർ സ്റ്റെപ്പ് ഡാഡി സ്റ്റെപ്പ് എന്നൊക്കെ പറഞ്ഞ പോലെ കുറേ ആൾക്കാർ കയറി വരും. വെറൈറ്റി ആയിട്ട് ആഗ്രഹിക്കുന്ന ഇഷ്ടംപോലെ ത്രീസം ആയിട്ടുള്ള ആളുകൾ. ഞാൻ അത്രയും കേസുകൾ ഇഷ്ടംപോലെ അറ്റൻഡ് ചെയ്തു.